ജുബൈർ ഇബ്നു മുത്ഇം ബദറിൽ പിടിക്കപ്പെട്ട ബദറിലെ ചെറപ്പുള്ളികളിൽപ്പെട്ട ആളായിരുന്നു ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിന് സൂറത്തു തൂർ ഇങ്ങനെ ഓതുകയാണ്. അം ഖുലിഖൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ أم خلقوا السماوات والأرض بل لا يوقنون أم عندهم خزائن ربك أم هم المسيطرون. ഇത്രയേ കേട്ടിട്ടുള്ളൂ. ബദറിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ഒരു യോദ്ധാവ് ജുബൈർ ഇബ്നു മുത്ഇം, മുത്ഇമിൻ്റെ മകൻ ജുബൈർ റളിയല്ലാഹു അൻഹു അന്ന് ബദർ യുദ്ധം തോറ്റപ്പോൾ യുദ്ധക്കളത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പിടിക്കപ്പെട്ട ആളാണ്. ബദറിലെ ക്യാപ്റ്റീവ്സ്, ബദറിലെ യുദ്ധ തടവുകാരിൽപ്പെട്ട ആളായിരുന്നു ജുബൈർ മുത്ഇം. അല്ലാഹുവിൻ്റെ ഹബീബ് അവിടെ നിന്ന് മഗ്രിബ് നിസ്കാരത്തിന് ഇമാം നിന്നപ്പോൾ തങ്ങൾ ഓതിയത് അദ്ദേഹം കേട്ടതാണ്. എന്താ കേട്ടത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈ. യുക്തിവാദികളോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈ, ഒരു കാരണവുമില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെ പടച്ചതാണോ? പടച്ചവനില്ല എന്ന് പറയേ, അവരാരുമില്ലാതെ ഒരു കാരണമില്ലാതെ ഉണ്ടായതാണോ? മനുഷ്യൻ അങ്ങനെ പറയോ ഞങ്ങൾ വെറുതെ ഉണ്ടായി ഭൂമിയും പൊട്ടിമുളച്ചു എന്ന്? അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അവരാണോ പടച്ചത്? മനുഷ്യരാണോ പടച്ചത്? ഒരിക്കലല്ല. കാരണം മനുഷ്യൻ വരുമ്പോൾ ഇവിടെ കതിർക്കുണ്ട്, ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, ഭൂമിയും ആകാശവും ഇവിടെ ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം വരുമ്പോൾ ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, മനുഷ്യന് മുമ്പുണ്ട്. മനുഷ്യന് മുമ്പുണ്ടെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയല്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ ആരുണ്ടാക്കിയതാണ്? ആ ഖാലിഖിൻ്റെ പേരാണ് അല്ലാഹ്. അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അവർ ലോജിക്കുകളെ അംഗീകരിക്കാത്തവരാണ്. അതിനർത്ഥം ലാ യൂഖിനൂൻ. മന്തിഖ് എന്ന് പറയുന്ന സംഗതി, ലോജിക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഒരു സാധനം വെറുതെ ഉണ്ടാവില്ല. ഇതിവിടെ പ്രിൻ്റ് ചെയ്ത്, ഇത് ഒരാൾ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഡിസൈൻ ചെയ്താലേ ഈ പേപ്പർ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇത് ബദീഹിയായ ചില ഫാക്റ്റുകളാണ്. വളരെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു സംഗതിയാണത്. അതുപോലും അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഈ പ്രപഞ്ചമൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയാം. അം ഇൻദഹും ഖസാഇനു റബ്ബിക്, ചോദിക്കുക നബിയെ, അവരുടെ കൈകളിൽ പ്രപഞ്ചത്തിൻ്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ ഉള്ളത്? ഊർജത്തിൻ്റെ ഖജനാവ്. അല്ലാഹു തആല പറഞ്ഞു നോക്കി, വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദർ. അല്ലാഹു ഓരോതിൻ്റെയും ഖജനാവുകളെ അത് അർഹിക്കുന്ന രീതിയിലാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. മുമ്പ് വിറക് കത്തിച്ചിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കിയിരുന്നു, പിന്നെ അത് കൽക്കരിയായി. എന്നാൽ പിന്നെ അന്ന് തന്നെ അള്ളാഹു സോളാർ എനർജിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജി മനുഷ്യന് പഠിപ്പിച്ചെടുത്തുകൂടായിരുന്നോ? അന്ന് അള്ളാഹ്ക്ക് പെട്രോളും ഡീസലും കാണിച്ചെടുത്തുകൂടായിരുന്നോ മനുഷ്യന്? ഇല്ല. കുറേ കാലം കൽക്കരി ഇങ്ങനെ ഓടി. കൽക്കരി ട്രെയിനെ കണ്ടവരൊക്കെ ഇതിലുണ്ടാവും അല്ലേ? ഇല്ലേ? ഇവിടെയൊക്കെ വളവട്ടത്ത് കൂടെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കായി മാറി അല്ലേ? ഇലക്ട്രിക് ആകുമ്പോൾ ഏറെക്കുറെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒഴിവായി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നേരെ സോളാറിൽ നിന്ന് ഡയറക്റ്റ് പോകുന്ന സോളാർ പാനലുകൾ വെച്ച് ഓടുന്ന വണ്ടികൾ വരും. അത് കഴിഞ്ഞാൽ വേറെന്തെങ്കിലും വരും. കൽക്കരി തീർന്നു തുടങ്ങിയെന്ന് ലോകത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇനി എവിടെന്നാ കൽക്കരി? മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൽക്കരി, കോൾ, ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അല്ലാഹു തആല അടുത്തൊരു ഖസാന അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഡീസലും പെട്രോളും ഗ്യാസും, നാച്ചുറൽ ഗ്യാസ്. ഒരു 100-150 കൊല്ലം വരെ ഓടാനുള്ള റിസർവുകൾ ഭൂമിയിലുണ്ടെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ തീരും. അപ്പോഴേക്കും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അള്ളാഹു മറ്റൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓരോന്നിൻ്റെയും ഖസാന അള്ളാഹിൻ്റെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞ് അത് കൃത്യമായും സമയത്തിനനുസരിച്ച് അള്ളാഹു തുറന്നു കൊടുക്കുകയാണ്. എല്ലാം കൂടെ തുറന്നു വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു ഭക്ഷണം മേശയിൽ എടുത്തു വെക്കുമ്പോഴേ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നതും, ആദ്യം കുടിക്കാനൊരു സൂപ്പ് കൊണ്ടുവന്നു, ആ സൂപ്പ്, അപ്പോൾ വേറൊന്നും അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സ്നാക്ക്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊന്ന്, അത് കഴിഞ്ഞപ്പോൾ ഒരു മെയിൻ കോഴ്സ് വന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മേശയിൽ വെക്കുന്നതും ഒരുപോലെയല്ല. ആണോ? എന്താ വരാൻ പോണതെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുക. പടച്ചോനെ ഇതുമ്പോൾ തീരുമോ?
പണ്ട് ഉസ്താദിന് ചിലവ് കൊടുത്തിട്ട് അത്തിപ്പഴത്തോളം മതി എന്ന് പറഞ്ഞ് പെട്ടുപോയൊരു ഉസ്താദിൻ്റെ കഥ പറയാറുണ്ട്. ഉസ്താദ്മാരെല്ലാം പറയാൻ പറ്റുള്ളൂ, തിരിച്ചു പറയില്ലല്ലോ. അപ്പം അങ്ങനെ പല കഥകളുണ്ടാവും. ഉസ്താദിന് കുമ്പളങ്ങ കൊടുത്തതും അത് ചുരങ്ങ കൊടുത്തതും അങ്ങനെയൊക്കെ പല കഥകളുണ്ടാവും. അപ്പോൾ എന്താണ് ഈ വരാൻ പോകുന്നത് എന്ന് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ആ ടൈം ആകുമ്പോൾ മുമ്പോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. യാ അല്ലാഹ്, അതിൽ വല്ലാത്ത അത്ഭുതമല്ലേ. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ നമ്മുടെ പക്കലുണ്ട് നബിയേ. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, വളരെ കൃത്യമായ അളവിലാണ് നമ്മളത് ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുന്നത്, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം അള്ളാഹിൻ്റെ അടുത്തുണ്ട്, ഒന്നിച്ചിട്ട് കൊടുക്കൂല. ഒരുപാട് മെഷീനറി ഇന്ന് ലോകത്തുണ്ട് എന്ന് വിചാരിച്ച് അടുത്ത ഒരു 100 കൊല്ലം കൊണ്ട് കുഴിച്ചെടുക്കേണ്ട സ്വർണ്ണം ഇപ്പോൾ കുഴിച്ചാൽ കിട്ടൂല. മനുഷ്യന് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴിച്ചെടുക്കൂലേ ഇപ്പം ഒറ്റടിക്ക്. അങ്ങനെ ഇരുമ്പും മറ്റു ലോഹങ്ങളും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പോലെ സ്വർണ്ണമെങ്ങാനും കിട്ടാൻ തുടങ്ങിയാൽ ലോകത്തെ സർവ്വ കറൻസികളും ഇടിയും. കറൻസിക്ക് മൂല്യമില്ലാണ്ടാവും. പക്ഷെ അള്ളാഹു അത് കുറച്ച് ഇങ്ങനെ വീര്യത്തിലേ കൊടുക്കുള്ളൂ. എല്ലാത്തിൽ നിന്നും സ്വർണ്ണം കിട്ടൂല. അത് അകൃത്യമായ അളവിൽ അള്ളാഹു, ഇതില്ലെങ്കിൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും. കാരണം സ്വർണ്ണത്തെ ബേസ് ചെയ്തിട്ടല്ലേ കറൻസി പേപ്പർ നിൽക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. മനുഷ്യൻ എങ്ങനെ തലതല്ലിയിട്ടും കാര്യമില്ല. ഓരോ കാലഘട്ടത്തിനും ആവശ്യമുള്ളതേ കൊടുക്കുന്നുള്ളൂ, കൃത്യമായ അളവിൽ. അപ്പോൾ അള്ളാഹു തആല ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇത് ജുബൈർ ബിൻ മുത്ഇം എന്നവരിങ്ങനെ കേൾക്കാൻ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ, ഒന്നുമില്ലാണ്ട് വെറുതെ ഉണ്ടായതെന്ന് അവരെ പറ്റി ചിന്തിക്കുകയാണോ? ഖുർആന്റെ ചോദ്യം. അവർ വെറുതെ പൊട്ടിമുളച്ചാന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ അം ഹുമുൽ ഖാലിഖൂൻ, അവർ അള്ളാഹു എന്ന സൃഷ്ടാവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ പറയട്ടെ അവർ തന്നെ ഉണ്ടാക്കിയതാണോ? അങ്ങനെ പറയും, മനുഷ്യനെ ഞാൻ ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ പറയും, എൻ്റെ കുട്ടിയെ ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആർക്കും പറയാൻ പറ്റുമോ? മനുഷ്യൻ്റെ കുട്ടിനെ മനുഷ്യൻ ഉണ്ടാക്കല്ല. മനുഷ്യനിലെ ബീജം ആ കുഞ്ഞിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ കാരണമാണ്. ആ ബീജം എഗ്ഗുമായിട്ട് ആ സ്പേം സെൽ കൂടിക്കലരുന്ന പണി പോലും മനുഷ്യനല്ല ചെയ്യുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ മനി എന്ന് പറയുന്ന ആ ഒരു സ്രവം സ്രവിക്കുന്നു എന്നല്ലാതെ പിന്നീടത് എന്ത് നടക്കുന്നു എന്ന് പോലും മനുഷ്യന് കൺട്രോളില്ല. അത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. അവിടെ എഗ്ഗുണ്ടോ, എഗ്ഗ് റെഡിയാണോ, സ്ത്രീയുടെ ഗർഭാശയത്തിൽ അണ്ഡവുമായി കൂടിച്ചേരാൻ ഇതിന് കെൽപ്പുണ്ടോ ഇല്ലയോ, ഇതൊന്നും നമുക്ക് അസസ് ചെയ്യാൻ കഴിയില്ല. മനുഷ്യനാണോ മക്കളുണ്ടാക്കുന്നത്? നമ്മൾ വെറുതെ പറയും വാപ്പുണ്ടാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ വാപ്പാക്ക് കുട്ടിയുടെ മുഖം നല്ല ചൊറുക്കുള്ള കുട്ടികളല്ലേ ലോകത്തുണ്ടാവുള്ളൂ മൊത്തം. വാപ്പാക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണ്ടേ? വാപ്പാക്ക് അറിയില്ല ഇതാണോ പെണ്ണോന്ന്. ആ സമയമാകുമ്പോൾ സ്കാൻ ചെയ്താലേ തിരിയുള്ളൂ അല്ലേ? വാപ്പാക്ക് അറിയില്ലേ കുട്ടീൻ്റെ സ്വഭാവം? വാപ്പാക്ക് അറിയില്ലേ കുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസിനുള്ള കുഴപ്പമുണ്ടോ, മന്ദബുദ്ധിയുണ്ടോ, ഓട്ടിസം ഉണ്ടോ? വാപ്പാക്ക് അറിയൂല. അങ്ങനെ വാപ്പയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ വളരെ പെർഫെക്റ്റ് മക്കളല്ലേ ലോകത്തുണ്ടാവേണ്ടത്? ഓരോരുത്തരും തൻ്റെ മക്കൾ പെർഫെക്റ്റ് ആവണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? നിങ്ങളല്ല ഉണ്ടാക്കുന്നത് മറ്റൊരാളാണ്. അതാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അവരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പോലും അവർക്ക് സംശയമുണ്ടായിരിക്കെ ഇനി ഞാൻ ചോദിക്കട്ടെ, അം ഖലഖുസ് സമാവാതി വൽ അർദ്, കോടിക്കണക്കിന് വരുന്ന താരസമൂഹങ്ങളെ ആരാ പഠിച്ചത്? അവരാണോ ഇതൊക്കെ പഠിച്ചത്? ഒരിക്കലുമല്ല. ബല്ലാ യൂഖിനൂൻ, പ്രപഞ്ച സത്യങ്ങളെപ്പോലും അവർ അംഗീകരിക്കാത്തവരാണ്. ലോജിക്ക് അംഗീകരിക്കാത്തവരാണ് അവർ. അം ഇൻദഹും ഖസാഇനു റബ്ബിക്, അല്ലാഹു മനുഷ്യന് കാണിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചതും അല്ലാത്തതുമായ ഖസാനകളുടെ താക്കോലുകൾ അവരുടെ കയ്യിലാണോ? അംഹുമുൽ മുസൈത്തിറൂൻ, അവരാണോ പ്രപഞ്ചത്തിൽ അധികാരം ചെലുത്തുന്നത്? ഈ ആയത്തുകൾ 35, 36, 37 3 സൂറത്തു തൂറിലെ ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഖാദ ഖൽബി അൻ യത്വീർ, എൻ്റെ മനസ്സ് പറക്കാൻ തുടങ്ങി. വദാലിക അവ്വലു മാ വഖറൽ ഈമാനു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാനിൻ്റെ ഹിദായത്ത് ഇറങ്ങിയത് ഈ ആയത്തുകൾ ഞാൻ കേട്ടപ്പോഴാണ് എന്ന് ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു